തുണീസേ ഞാനൊരു ചെറിയൊരു കാര്യം പറയട്ടെ. ഇത് പറയുന്നതുകൊണ്ട് എൻ്റെ പെങ്ങന്മാർക്ക് എന്നോടൊന്നും തോന്നരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു കല്യാണത്തിന് പോയി. അപ്പോൾ എൻ്റെ അടുത്തൊരു ഫാമിലിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓലെ കൂടെ ഒരു 3-4 കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികളെ പ്ലേറ്റിക്ക് ഫുള്ള് അവിടെ എന്തൊക്കെയോ ഫുഡുണ്ടോ അത് മുഴുവൻ വിളമ്പിയിട്ട് കൊടുത്തേക്ക്. എന്തൊക്കെ പോസ്റ്റും ചിക്കൻ എന്തൊക്കെയോ ഉണ്ടോ ഒക്കെ ഇട്ട് കൊടുത്തേക്ക്. ലാസ്റ്റ് ഒരു എണീറ്റ് പോകുമ്പോൾ ഒരു 3-4 ആൾക്കാർക്ക് കഴിക്കാനുള്ള സാധനം അതിൽ വേസ്റ്റ് ആക്കിയിട്ട് പോയി വീശു പോയപ്പോൾ അവസാനം ഞാൻ പറഞ്ഞിട്ട് ഒരു കല്യാണത്തിന് ഫുഡ് തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കോരിയിട്ട് കൊടുക്കുക നമ്മളെ മക്കൾക്ക് ആവശ്യമുള്ള നമ്മളെ മക്കൾ എത്ര കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കഴിക്കുക എന്നുള്ള ലെവലിലും കുറച്ച് ഇട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കല്യാണത്തിൻ്റെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമാക്കി കണക്കൂട്ടി വരുന്ന ആൾക്കാരിൽ കുറേ ഉണ്ട്. നമ്മളെ മക്കളെ പോലത്തെ കുറേ മക്കൾ ഇനിയും വരാണ്ടെന്ന് കരുതിയിട്ട് അതിനനുസരിച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുക. കാരണം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ മക്കൾക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഒരു നേരം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കുറേ ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. നമുക്ക് സ്ഥിരം കാണുന്ന കാഴ്ചയില്ല. അതേപോലെ കല്യാണം കഴിഞ്ഞാണ്ടാവും പോപ്കോണ്, ഐസ്ക്രീം, ഇതൊക്കെ അങ്ങോട്ട് കുട്ടികളെ പോക്കറ്റിലും ആ പോക്കറ്റിലും. ഞാൻ ഓഡിറ്റോറിയത്തിലൊരു പാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാർക്കിലും ആകെ വലിച്ച് വിതറി വാരിയിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള എന്താ വെച്ചാൽ എടുത്തു കൊടുക്കുക. ഭക്ഷണമാണ് ഇന്ന് അത് നമുക്ക് തന്ന പഠിച്ചവന് നാളെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥയ്ക്ക് നമ്മൾ എത്തിക്കാൻ പഠിച്ചവന് കഴിയും. അതുകൊണ്ട് നല്ലോണം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളൊരു 4 ആൾക്കും വേണ്ടിയിട്ടല്ല ഓലോടെ കല്യാണം വെച്ച് ചെയ്തേക്കണം. ഒരുപാട് ആൾക്കാർ ഇനി വരാനുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും.